നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി തലവനായ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബി.ജെ.പി. നേതാവുമായ അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബുധനാഴ്ച രാത്രി വൈകിയാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് പവാറുമായി അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജൂലൈ 28-ന് പവാർ വീണ്ടും സന്ദർശനം നടത്തിയേക്കും എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ വർഷം ഒക്ടോബറിൽ നടക്കാൻ സാധ്യതയുള്ള മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന, ബി.ജെ.പി., എൻ.സി.പി. എന്നിവ ഉൾപ്പെടുന്ന ഭരണകക്ഷിയായ മഹായുതി സഖ്യം ആരംഭിക്കാനിരിക്കെയാണ് യോഗം പ്രാധാന്യം അർഹിക്കുന്നത്. ഈ വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ.സി.പി. 4 സീറ്റിൽ മത്സരിച്ചെങ്കിലും ഒരെണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാനായത്. എൻ.സി.പി. തലവനും മുതിർന്ന നേതാവുമായ ശരത് പവാറിന്റെ മകളും സിറ്റിംഗ് എം.പിയുമായ സുപ്രിയ സുലെയാണ് ബാരാമതി സീറ്റിൽ മത്സരിച്ച പവാറിന്റെ ഭാര്യ സുനേത്രയെ പരാജയപ്പെടുത്തിയത്. സുനേത്ര പവാർ പിന്നീട് എതിരില്ലാതെ രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 2023 ജൂലൈയിൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിൽ ചേർന്ന പവാർ ഉപമുഖ്യമന്ത്രിയായി. അജിത് പവാറിനെയും എൻ.സി.പിയെയും മഹായുതിയിൽ ഉൾപ്പെടുത്തിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭരണസഖ്യത്തിന്റെ മോശം പ്രകടനത്തിന് കാരണമായതെന്ന് സമീപകാലത്ത് ചില ബി.ജെ.പി. നേതാക്കൾ ആരോപിച്ചിരുന്നു. അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പിയുമായുള്ള സഖ്യത്തെ തുടർന്ന് ജനവികാരം ബി.ജെ.പിക്കെതിരെ രൂക്ഷമായിരുന്നു. അത് പിന്നീട് ബി.ജെ.പിയുടെ മോശം പ്രകടനത്തിന് കാരണമായേക്കുമെന്നതും ആരോപണമുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സിറ്റിംഗ് എം.പി ഉദയൻ രാജെ ബോസാലെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ് തന്റെ പാർട്ടിക്ക് ഉറപ്പ് നൽകിയതായി പവാർ നേരത്തെ പറഞ്ഞിരുന്നു.